ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ 2 ദിവസമായിട്ട് നല്ല മഴ ആയിട്ട് മുറ്റം നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, വീഡിയോ ഒക്കെ എടുക്കാനും ഭയങ്കര മടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ആരും കാണാത്തത് കൊണ്ട് തന്നെ വീഡിയോ ഇടാനും, പിന്നെ നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് നെറ്റൊന്നും ഇല്ല അതങ്ങനെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ. നമ്മളെ വീഡിയോ ഒന്നും കാണാൻ ആരുമില്ല. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് കാണുക, ഇഷ്ടപ്പെടാത്തവർ കാണണ്ട. ഇനി കണ്ടവർ തന്നെ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഒരു 10 പേര് കണ്ടാലും ഒരു 5 ലൈക്ക് കിട്ടിയാൽ എല്ലാവർക്കും ഒരു സന്തോഷമാവില്ലേ. അപ്പോൾ ഇന്നത്തെ ഫുഡ് നമ്മൾ സാധാ ഒരു വീട്ടിൽ നടക്കുന്ന പോലെ തന്നെ ഇന്ന് ചോറും നല്ല വെള്ളരിക്കൊക്കെ അറിയും, പിന്നെ പയറുപ്പേരിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നാളെ കൂട്ടാനും കറികളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോയി. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യം പറയാമെന്ന് കരുതിയിട്ടാണ്. നമ്മളെ നജുല ഷാൻ എന്ന ഒരു യൂട്യൂബറിനെ പറ്റി കുറേ മുന്നേ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ എനിക്ക് അവളെ ഒരു പാവത തോന്നിയിട്ട് അങ്ങനെ വീഡിയോ ഇട്ടതാണ്. പിന്നെ ഞാൻ ആ വീഡിയോ നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ആ വീഡിയോ കുറച്ച് പേര് കണ്ടിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് സന്തോഷം തോന്നി. പക്ഷേ ഇന്ന് എനിക്കെന്തോ അവരെ പറ്റി പറയുമ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നി കേട്ടോ. കാരണം ഞാനും ഒരു ഉമ്മയാണ്, ഒരു പെണ്ണാണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെ പലരും പല തരത്തിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ടായിരിക്കും. പലർക്കും പല തരത്തിലും പല രൂപത്തിലായിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഞാൻ അവരെ സാജിദാനെയൊക്കെ പറ്റിയിട്ടാണ് അന്ന് ആ വീഡിയോ ഇട്ടത്. ഇപ്പോൾ എനിക്ക് നജുല ഷാ എന്ന ആ യൂട്യൂബ് അവരെ ചാനൽ നമ്മളിങ്ങനെ ഓണാക്കി തുടങ്ങിയാൽ തന്നെ അവരെ പറ്റിയിട്ടുള്ള പല വീഡിയോസും കാണാം കേട്ടോ. സെഫീനത്താൻ്റെ അല്ലെങ്കിൽ വേറെ പല യൂട്യൂബർമാരെ പറ്റിയിട്ട് വീഡിയോ ഇട്ടതായിട്ട് കാണാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ അവർ ഓരോ ദിവസവും പലതരത്തിലുള്ള കണ്ടൻറ്റാണ് കേട്ടോ. ഇന്നൊരു ദിവസം അവരെ ഉമ്മാനെ പറ്റിയിട്ടാണെങ്കിൽ നാളെ അവരെ മക്കളെ പറ്റിയിട്ട് അല്ലെ മോളെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മളെ മക്കളെ വളർത്തി വലുതാക്കി ഇത്രയായിട്ട് അവരെ കൂടെ നിന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് വളർത്തിയവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഒരു കുടുംബത്തിൽ എന്ത് നടക്കുന്നു അതൊക്കെ യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ട് ഇങ്ങനെ റീച്ചാക്കിയിട്ട് പിന്നെ അതിനെ പറ്റി ചൊല്ലി കരഞ്ഞിട്ടും തെറി കളിച്ചിട്ടും എന്ത് കാര്യം കിട്ടുന്നതാണ് അവർക്കൊക്കെ കേട്ടോ. അപ്പോൾ സാധാരണ ഇങ്ങനെ പല യൂട്യൂബർമാരും നമ്മൾ അതേപോലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഇപ്പോൾ ഇതിങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ എനിക്കൊക്കെ ഒരു എന്തോ പോലെ തോന്നുന്നു കേട്ടോ ഇവരെ വീഡിയോ കണ്ടിട്ട്. കാരണം സപ്പോർട്ട് ചെയ്യുന്ന കുറേ പാവപ്പെട്ട ഉമ്മമാരും നല്ല സപ്പോർട്ട് ചെയ്യുന്ന താത്തമാരൊക്കെ അവർക്കും ഉണ്ട്. അപ്പോൾ അവരൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരിങ്ങനെ ചാനലിൽ ഇങ്ങനെ ഓരോന്ന് വന്ന് വിളിച്ച് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ എല്ലാ വീഡിയോ ഓരോ കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് എന്തിനാണ് ഇവരിങ്ങനെ വീഡിയോ ഇടുന്നത് അറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഉള്ളവരെ ചാനലൊക്കെ ഒന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ പരമാവധി അവരെ വീഡിയോ ഒക്കെ ഒന്ന് കാണാതിരിക്കുക കേട്ടോ. വെറുതെ ചുമ്മാ ഓരോ വീഡിയോ എടുത്തിട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാനേ എൻ്റെ മോളെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറും കറിയൊക്കെ വെച്ചതിന് ശേഷം മോളെ സ്കൂളിലേക്ക് പോവുകയാണേ. ഫോട്ടോസൊന്നും ഇപ്പോൾ എടുക്കാറേ ഇല്ല കേട്ടോ. ഫോണ് മക്കളെ കയ്യിലും പെട്ടു കേട്ടോ. അപ്പോൾ അതുണ്ടായത്. പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ സ്കൂളിലൊക്കെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വല്യമ്മാനായിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് വന്നു. പിന്നെ വല്യമ്മക്ക് തീരെ പനി കൂടിയിട്ട് തീരെ വയ്യായിരുന്നു. അപ്പോൾ വല്യമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലൊക്കെ ഞാൻ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്കും എൻ്റെ ഓരോരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. നമ്മൾ വല്യമ്മാനായിട്ട് പോക്കുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോ ഒന്നും എടുക്കാറില്ല. അപ്പോൾ എന്തായാലും നമ്മളെ വല്യമാർക്കൊക്കെ ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തൊക്കെ പഠിച്ചോ നീട്ടി കൊടുക്കട്ടെ എന്ന് ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊക്കെ ചാനലിങ്ങനെ കുറച്ച് പേരൊക്കെ കാണുള്ളൂ. നമ്മളതിൽ കണ്ടൻറ്റ് നമ്മളെ സാധാരണ വീട്ടിൽ നടക്കുന്നത് മാത്രമാണ്. അങ്ങനെ വല്യമാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്ന് പിന്നെ മക്കൾസ് സ്കൂളിൽ നിന്ന് പാല് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് ഇന്ന് നല്ലൊരു ചായയും പിന്നെ അവിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു അവിൽ വറുത്തിട്ട് തേങ്ങ ഒക്കെ ചിരകിയിട്ടിട്ട് അങ്ങനെ ചായ കുടിക്കാനൊരു പൂതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഞാനും എൻ്റെ മക്കൾസും കൂടിയിട്ട് ഇന്ന് കുടിക്കുകയാണ്.
അപ്പോൾ വലിയമാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്ന ടൈമിൽ നല്ല മഴ പെയ്ത്. അപ്പോൾ പിന്നെ വേഗം ഒരു കട്ടൻ ചായ കുടിക്കാനാണ് തോന്നിയപ്പോൾ അങ്ങനെ പാൽ ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. ഓക്കെ ബൈ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ദുആ ചെയ്യുന്നു ഇൻഷാല്ലാ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.